ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് പത്രത്തിൽ വായിച്ച 2 വാക്കുകൾ. ഇന്ത്യയിലെ IIT, IIM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പഠനം ഉപേക്ഷിച്ച് പോയ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഏതാണ്ട് 13,500. മറ്റൊരു വാർത്ത, തിരുവനന്തപുരത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ഡോക്ടറാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പഠിച്ചത്. അവർ ആത്മഹത്യ ചെയ്തു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് വിവാഹത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ട സ്ത്രീധനം നൽകാൻ അവരുടെ കുടുംബത്തിന് സാധിക്കാത്തതുകൊണ്ടുള്ള മനപ്രയാസം കാരണം അവർ ആത്മഹത്യ ചെയ്തു. ഈ 2 വാർത്തകൾക്കും പ്രത്യക്ഷത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല, പക്ഷെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. അത് സമകാലിക ഇന്ത്യ എന്ന് പറയുന്ന വിഷയമായിട്ട്. മറ്റേ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ എന്ന് നമുക്ക് പോകെ നോക്കാം. ഈ 2 വാർത്തകൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു. 1936 പ്രസിദ്ധനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CV രാമൻ ഗാന്ധിജിയെ കാണുന്നുണ്ട്. ഗാന്ധിജിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കിടയിൽ CV രാമൻ ഗാന്ധിജിയോട് പറയും, മഹാത്മാവേ, എല്ലാ മതങ്ങളും ഒന്നു ചേർന്ന് മനുഷ്യരൊന്നാവുക എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യം ശാസ്ത്രമാണ്. ഞങ്ങൾ ശാസ്ത്ര മേഖലയിലെ എല്ലാവരും സഹോദരന്മാരാണ് എന്ന് CV രാമൻ പറയും. അപ്പോൾ ഗാന്ധിജി തിരിച്ചു ചോദിക്കും, ശാസ്ത്രമേഖലയിലുള്ള ആളുകൾ മാത്രമാണോ സഹോദരന്മാര്? അപ്പോൾ ശാസ്ത്രമേഖലയ്ക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ സഹോദരന്മാരല്ലാതെ തുടർന്നാൽ മതിയോ? അതിന് CV രാമൻ പറയുന്ന മറുപടി, ശാസ്ത്രത്തിന് എല്ലാവരെയും സഹോദരന്മാരാക്കി മാറ്റാൻ കഴിയും. എല്ലാവർക്കും ശാസ്ത്രലോകത്തേക്ക് വരാനും സാധിക്കും. ശാസ്ത്രലോകം ഏതെങ്കിലും ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഒന്നല്ല. ആർക്കും ശാസ്ത്രലോകത്തിൻ്റെ ഭാഗമായി മാറാം. ആർക്കും ശാസ്ത്രാവബോധം ഉള്ള ഒരാളായി മാറാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51H അനുസരിച്ച് നമ്മുടെ മൗലികമായിട്ടുള്ള നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്ന സമയത്ത് പറയുന്നത് ശാസ്ത്രാവബോധം വളർത്തുക, അന്വേഷണത്വര വർദ്ധിപ്പിക്കുക, അത്തരം മാനവികത വളർത്തുക തുടങ്ങിയത് ഇന്ത്യൻ പൗരന്മാരുടെ ചുമതലയാണ്. എന്ന് മാത്രമല്ല, അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മൾ. വെറുതെ ഒരു കൗതുകത്തിന് ഞാനിങ്ങനെ ഒരു താരതമ്യം ആലോചിച്ച് നോക്കുകയായിരുന്നു. ഇപ്പോൾ ലോകത്തിൽ തന്നെ ശാസ്ത്രമേഖലയിൽ, സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ വലിയ തോതിൽ മുന്നേറിയിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. എനിക്ക് തോന്നുന്നു ഇന്ത്യയുമായി ആ തരത്തിലൊരു താരതമ്യം സാധ്യമായിട്ടുള്ള ഒരു രാജ്യം പോലെയല്ല. ഏതാണ്ട് നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട അതേ സമയത്ത് തന്നെയാണ്, ഏതാണ്ട് അതേ കാലത്താണ്, കുറച്ച് മുമ്പായിട്ടാണ് ജാപ്പനീസ് ഭരണഘടനയും രൂപമെടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനയിൽ ശാസ്ത്രാവബോധം വളർത്തുക, സയന്റിഫിക് ടെമ്പറാമെന്റ് എന്നുള്ള വാക്ക് ജവഹർലാൽ നെഹ്റു പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം തന്നെ എടുത്തുകൊണ്ട് അത്തരമൊരു ആശയം ഭരണഘടനയുടെ ഭാഗമാക്കുകയും പിന്നീട് 70കളിൽ നടന്ന ഭേദഗതിയിലൂടെ അത് ഭരണഘടനയിൽ തന്നെ ഭാഗമായി വരികയും ചെയ്തു. ജപ്പാന്റെ ഭരണഘടനയിൽ പക്ഷേ ശാസ്ത്രാവബോധം എന്നുള്ള വാക്കൊന്നുമില്ല. എന്നു മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന
രൂപവൽക്കരിച്ച് നമുക്കറിയാം ഏതാണ്ട് 3 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളിലൂടെയാണ്. 3 വർഷം ചെയ്യാൻ ഏതാണ്ട് 14 ദിവസവുമല്ലാണ് കുറവുണ്ടായിരുന്നത്. ജപ്പാന്റെ ഭരണഘടന ഏതാണ്ട് എത്ര വർഷം ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ജപ്പാന്റെ ഭരണഘടന ഉണ്ടാക്കിയത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. ജപ്പാന്റെ ഭരണഘടന ഉണ്ടാക്കിയത് ജനറൽ മാക് ആർതർ എന്ന് പറയുന്ന അമേരിക്കൻ സൈനിക മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് 4-5 വരുന്ന അമേരിക്കൻ പട്ടാളക്കാരും അമേരിക്കൻ വക്കീലന്മാരും ചേർന്നുകൊണ്ടാണ്. അതിനാകെ കൂടി എടുത്തത് 10-ൽ താഴെ ദിവസമാണ്. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. അവരുടെ ഭരണഘടനയിൽ ശാസ്ത്രാവബോധം എന്നുള്ള വാക്കൊന്നുമില്ല. പക്ഷെ ആ രാജ്യം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ മേഖലയിൽ ഏറെ മുന്നേറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്കറിയാം, അത് ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് രൂപപ്പെടുന്നത്. ആ ഭരണഘടനാ അസംബ്ലി ആവട്ടെ, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ തെരുവുകളിൽ നടന്ന നിരവധിയായ പ്രക്ഷോഭങ്ങളുടെ ഒരു ഉൽപ്പന്നവുമാണ്. അല്ലാതെ ഭരണഘടനാ അസംബ്ലി ആയിട്ട് ഒരു ദിവസം ആരംഭിക്കുകയും അത് ഭരണഘടന എഴുതിയുണ്ടാക്കുകയും ചെയ്തതല്ല. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിയുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച ആ കാലത്ത് നിന്നും ഒരുപാട് മുന്നേറി. നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 40 കോടിക്ക് താഴെയാണ്. അതിൽ തന്നെ ലിറ്ററസി, സാക്ഷരരായിട്ടുള്ള ആളുകൾ എത്ര ശതമാനം ഉണ്ടാവും? ഒരു 50% ഉണ്ടാവും. 25-ൽ താഴെയാണ്. 20%-ലും താഴെയാണ് ഏതാണ്ട് പറഞ്ഞത്. അതുകൊണ്ടാൽ 40 കോടിയാണ് ജനസംഖ്യയെങ്കിൽ അതിൽ 4 കോടി ജനങ്ങൾക്ക് പോലും മാത്രമാണ് സാക്ഷരത ഉണ്ടായിരുന്നത്. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഉന്നത ബിരുദം എന്നല്ല, നമുക്കറിയാം. എഴുതാനും വായിക്കാനുമുള്ള കഴിവാണ്. അവിടെ നിന്നും വർദ്ധിച്ച് ഇന്ന് ഏതാണ്ട് 70%-തിനടുത്ത് നഗരപ്രദേശങ്ങളിൽ 70-ലും കുറച്ച് അധികമുള്ള 67-ഉം 70-നും അടുത്ത് നിൽക്കുന്ന സാക്ഷരത നമുക്ക് ഉണ്ടായിരിക്കുന്നു. വലിയ തോതിൽ മറ്റ് മേഖലയിലൊക്കെ നമ്മൾ വളർന്നിരിക്കുന്നു. ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിനേക്കാളും ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ രാജ്യമാണ് 2022 ഓഗസ്റ്റ് 15-ാം തീയതി, എല്ലാ ഓഗസ്റ്റ് 15-ാം തീയതിയും പോലെ സ്വാതന്ത്ര്യം ആഘോഷിച്ചത്. ഈ 23 ഓഗസ്റ്റ് 15-നും നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. പക്ഷെ 2022-ന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് കുട്ടികളൊന്നുമില്ല, 100 പുറയിലോ അല്ലെ ചെറുപ്പത്തിൻ്റെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യമുണ്ടോ 2022-ലെ സ്വാതന്ത്ര്യ ദിനത്തിന്? ആസാദി കാ അമൃത മഹോത്സവം, സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവമായി നമ്മൾ കൊണ്ടാടിയ, അങ്ങനെയല്ലേ, അതല്ലേ വാക്ക് ശരിയുള്ളത്, കൊണ്ടാടിയ സന്ദർഭമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓർക്കുന്നത്. ഞാൻ ഓർക്കുന്നത് അങ്ങനെയല്ല. ഞാൻ ഓർക്കുന്നത് വേറൊരു പേരിലൂടെയാണ്. ആ പേര് ഇന്ദർകുമാർ മെഹ്വാൾ എന്നാണ്. നിങ്ങൾ ആരെങ്കിലും 2022 ഓഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട് ഇന്ദർകുമാർ മെഹ്വാളിനെ ഓർക്കുന്നുണ്ടോ? മലാല യൂസഫ്സായിയെ ഓർക്കുന്നുണ്ടാവുന്നില്ല? അറിയാമല്ലോ. യാതൊരു തരത്തിലുള്ള പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ല. ലോകത്തിലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തക, ലോകത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളിലെ ഏറ്റവും ചെറുപ്പമുള്ള വ്യക്തി, ലോകത്തിൽ ഇന്ന് തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളുടെ മുൻനിര പോരാളിയായി ഓർമ്മിക്കപ്പെടുന്ന പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിൽ മതതീവ്രവാദികളുടെ വെടിയേറ്റ് പശ്ചാത്തല രാജ്യങ്ങൾ ഒരുക്കി കൊടുത്ത ചികിത്സാ സൗകര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ട് പിന്നീട് ഒരു വലിയ ബീക്കണായി എത്തിച്ചുയർന്ന മലാല യൂസഫ്സായി.
വിദ്യാഭ്യാസമായിരുന്നു മലാലയെ മതതീവ്രവാദികളുടെ കണ്ണിലെ കരടാക്കി മാറ്റിയത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് ഇന്ന് നാം അറിയുന്ന മലാലയെ മാറ്റിയത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ദർകുമാർ മെഹ്വാളിനെ ഞാൻ ഓർക്കുന്നത്. ഇന്ദർകുമാർ മെഹ്വാൾ എന്ന് പറയുന്ന പേരുള്ള 9 വയസ്സുകാരൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം രാജസ്ഥാനിലെ ജാലോർ ജില്ലയിലെ സുരാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ, നിങ്ങളെല്ലാം ഒരുപക്ഷെ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ കഴിഞ്ഞാൽ അധ്യാപക പരിശീലനത്തിന് പോയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇന്ദർകുമാർ മെഹ്വാളിനെ എന്തിനാണ് 2022 ആസാദി അമൃത മഹോത്സവത്തിന്റെ സന്ദർഭത്തിൽ ഓർക്കുന്നത്? ഓർക്കാവുന്ന മറ്റ് ഒരുപാട് നിറമുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കെ ഈ മരണപ്പെട്ടു പോയ ഒരു 9 വയസ്സുകാരനെ ഓർക്കുന്നതിന്റെ യുക്തി എന്താണ്? ഇന്ദർകുമാർ മെഹ്വാൾ എങ്ങനെയാണ് മരണപ്പെട്ടത്? നിങ്ങളാരും ആ പേര് കേട്ടിട്ട് പോലുമില്ല. ഇന്ദർകുമാർ മെഹ്വാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 4-ലും 3-ലുമാണ്. അദ്ദേഹം ഉച്ചനേരത്ത് ദാഹിച്ചപ്പോൾ തൻ്റെ ക്ലാസ്സിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമെടുത്ത് കുടിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം. അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്ന ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട അധ്യാപകരുടെ കുടിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച വെള്ളമാണ് ഇന്ദർകുമാർ മെഹ്വാൾ എടുത്ത് കുടിച്ചത്. അതൊരു സാധാരണ സംഭവമല്ലേ എന്ന് നമുക്ക് തോന്നാം. അത് ആരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത് അതാരും കുറ്റവും കണ്ടെത്തുന്ന ഒരു കാര്യമല്ല. പക്ഷേ ആസാദിയുടെ അമൃത മഹോത്സവം ആഘോഷിച്ച ഇന്ത്യയിലെ സുരാന ഗ്രാമത്തിലെ ആ വിദ്യാലയത്തിന്റെ പേര് സരസ്വതി വിദ്യാ മന്ദിർ എന്നാണ്. നിങ്ങൾക്ക് അതിന്റെ പത്രവാർത്തയൊക്കെ ഗൂഗിളിൽ പരിശോധിച്ചാൽ കിട്ടാവുന്നതാണ്. ആ വെള്ളമെടുത്ത് കുടിച്ച കുട്ടി, അവന്റെ അധ്യാപകൻ, ഒരു പോലീസുകാരൻ എങ്ങനെയാണോ ഒരു സമരമൊക്കെ നടത്തുന്ന ആളുകളെയൊക്കെ നേരിടുക, ഒരു യുദ്ധമുഖത്തൊക്കെ ആളുകൾ എങ്ങനെയാണോ നേരിടുക, അതേപോലെ ശരീരമാസകലം ചൂരൽ വടി വെച്ച് അടിച്ച് മർദ്ദിച്ച് അവശനാക്കുകയും ഏതാണ്ട് 20 ദിവസത്തിനോടടുത്ത് ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവത്തിൻ്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 12-ാം തീയതി ആ കുഞ്ഞ് നമ്മോട് വിട പറഞ്ഞു പോവുകയും ചെയ്യും. എന്തായിരിക്കും താൻ പഠിപ്പിക്കുന്ന, തൻ്റെ മുന്നിലിരിക്കുന്ന 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു പിഞ്ചുകുഞ്ഞ് കുടിക്കാനുള്ള വെള്ളം തൊട്ടു എന്നതിൻ്റെ പേരിൽ അതിനെ കൊലപ്പെടുത്താൻ കാരണമാവും വിധം മർദ്ദിക്കാൻ ആ അധ്യാപകനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ആ ചോദ്യത്തിൽ നിന്നാണ് സമകാലിക ഇന്ത്യൻ സമൂഹം എന്ന വാക്ക് നമുക്ക് തുടങ്ങുന്നത്. അവിടെ നിന്ന് വേണം നമുക്ക് ശാസ്ത്രാവബോധത്തിലേക്ക് പോകാൻ. എന്താണ് അധ്യാപകനെ പ്രേരിപ്പിച്ചത്? തൻ്റെ വെള്ളം, തനിക്ക് കുടിക്കേണ്ട ശുദ്ധജലം ദളിത് സമുദായത്തിൽപ്പെട്ട തൊട്ടാൽ അശുദ്ധമാവാൻ കാരണക്കാരനാവുന്ന ഒരു കുട്ടി തൊടുകയും തൻ്റെ ശുദ്ധജലം അശുദ്ധമാക്കപ്പെടുകയും ചെയ്തു എന്ന കാരണമാണ് ആ അധ്യാപകനെ താൻ പഠിപ്പിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ മർദ്ദിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിന് ശേഷം ഭരണഘടനയിൽ ശാസ്ത്രാവബോധം എഴുതി വച്ചിട്ട് ദശകങ്ങൾ എത്രയോ കഴിഞ്ഞതിന് ശേഷം പോലും മനസ്സിനുള്ളിലുള്ള ആ വെളിച്ചമില്ലായ്മ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടില്ല.
ആ ഇന്ദർകുമാർ മെഹ്വാലിനെ ആകട്ടെ നമ്മളാരും കേട്ടിട്ടുമില്ല. എന്നാൽ നമ്മൾ മലാലയെ കേട്ടിരിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരുടെയും പോരാട്ടം വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ മലാല ഒരു വലിയ ബീക്കണായി, ഒരു വലിയ പ്രതീകമായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇന്ദർകുമാർ മെഹ്വാൾ ഇന്ത്യയിൽ കാലം പോകെ വിസ്മൃതിയിലാണ്ടുപോകാവുന്ന, ആരും ഓർക്കാൻ സാധ്യതയില്ലാത്ത ഒരാളായി പോവുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റുവിനോട് അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്ത് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരനും ആന്തരികെല്ലാം ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അങ്ങ് കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? നെഹ്റു പറയുന്നത്, നീതിരഹിതമായ ഒരു രാഷ്ട്രത്തിൽ നീതിപൂർവകമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുക, മതാത്മകമായ ഒരു സമൂഹത്തിൽ മതേതരമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുക. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി ഈ രാജ്യം എത്രമാത്രം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. 75 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വന്നു നിൽക്കുന്നത് ഇന്ദർകുമാർ മെഹ്വാളിന്റെ ചിത്രത്തിന് മുൻപിലാണ്. അതിനുശേഷവും സംഭവങ്ങൾ ഉണ്ടായല്ലോ. താൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് മർദ്ദിച്ചവശയാക്കുന്നതിൽ യാതൊരു തെറ്റും കാണാതിരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അധ്യാപികമാർ എത്രയോ പേർ. ഒരാളെ മാത്രമാണ് നമ്മൾ ആ വാർത്തയിലൂടെ കണ്ടത്. അങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ, എത്ര പേരുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. സരസ്വതി വിദ്യാ മന്ദിർ എന്ന പേര് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, അങ്ങനെ ഒരു പേരിടുന്നത് തന്നെ യഥാർത്ഥത്തിൽ അപകടമാണ്. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പക്ഷെ നമുക്ക് സംശയം തോന്നുമായിരിക്കും. സരസ്വതി വിദ്യാദേവതയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സരസ്വതി വിദ്യാ മന്ദിർ എന്ന് പേരിട്ടാൽ എന്താ കുഴപ്പം? ആ പേര് തന്നെയാണ് കുഴപ്പം. സരസ്വതി എന്നുള്ള പേരല്ല കുഴപ്പം. നമ്മളും പറയുന്ന സമയത്ത് ആലങ്കാരികമായിട്ട് പറഞ്ഞു പോവുക സരസ്വതി ക്ഷേത്രമായിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം നോക്കിയാണല്ലോ. അവിടെ സരസ്വതി വരെ ഓക്കെയാണ്, ക്ഷേത്രമാവരുത്. ക്ഷേത്രമാവാനുള്ളതല്ല വിദ്യാഭ്യാസ സ്ഥാപനം. വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രമാവുന്ന സമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐത്തവും ആചാരങ്ങളും തൊട്ടുകൂടായ്മയും അവിടെയും കടന്നു വരും. ആ കടന്നു വന്നിട്ടുണ്ട് ഇന്ദർകുമാർ മെഹ്വാളിന്റെ അധ്യാപകന്റെ മനസ്സിൽ. ക്ഷേത്രമാവരുത് വിദ്യാഭ്യാസ സ്ഥാപനം. മതേതരമായ ജനാധിപത്യമായ മൂല്യങ്ങൾ പുലരുന്ന ആളുകൾക്ക് ഒരേപോലെ നിന്ന് ഇടപെടാൻ കഴിയുന്ന ഇടങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. അങ്ങനെ മാറുന്നതിൽ നമ്മുടെ ശാസ്ത്രാവബോധത്തിന് വലിയ പങ്കുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രാവബോധം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രശില്പികളായിട്ടുള്ള, ഇന്ത്യയെ നയിച്ചിട്ടുള്ള വ്യക്തികൾ. സുധീർ കാക്ക 2011 എഴുതിയ എ ബുക്ക് ഓൺ മെമ്മറി എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ എല്ലാം പിതാവായിരിക്കുന്ന സാരാഭായ് നെഹ്റുവുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. അഹമ്മദാബാദിലെ തുണി നിർമ്മാതാക്കളുടെ സംഘടന ഒരു ഗവേഷണ സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ച സമയത്ത് ഒരു ഹിന്ദു പുരോഹിതനെ കൊണ്ട് ആ ഗവേഷണ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. അത് നെഹ്റുവിനോട് പറയുകയും ചെയ്യുന്നു, ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. ജവഹർലാൽ നെഹ്റു ഒന്നും പറയുന്നില്ല, അതങ്ങനെ നടന്നോട്ടെ, കാരണം അദ്ദേഹത്തിന്റെ തീരുമാനമല്ല, അദ്ദേഹം ഇതിനെ എതിർക്കുന്നില്ല. പക്ഷേ അവിടെ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പോയ നെഹ്റുവിനോട് ആ പുരോഹിതൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റു. അതായിരുന്നു ഇന്ത്യയിലെ ഭരണാധികാരികൾ പുലർത്തിയ ശാസ്ത്രാവബോധവും കാഴ്ചപ്പാടും. അവിടെ നിന്നും മാറി ഭരണാധികാരി തന്നെ രാജപുരോഹിതനെ പോലെ സർവാലങ്കാര വിഭൂഷിതനായി വന്നു നിന്ന്
ഒരു മതേതര രാഷ്ട്രത്തിനുള്ളിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത മറന്നു പോകരുത്. ഡിസംബർ 6 ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിനുള്ളിലെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ ആരാധനാലയം തകർത്ത് ആ തകർത്ത ഇടത്ത് തന്നെ ഒരു പുതിയ ആരാധനാലയത്തിന് തറക്കല്ലിടുന്ന സമയത്ത് അതിന്റെ മുഖ്യ പുരോഹിതനായും മുഖ്യ കാർമ്മിയായും വന്നു നിൽക്കാൻ ഇന്ത്യൻ ഭരണാധികാരിക്ക് യാതൊരു പ്രയാസവും തോന്നാത്ത കാലത്തേക്ക് നമ്മുടെ രാജ്യം ഏറെ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ആ സഞ്ചാരത്തിലെ കൂടെയാണ് നമ്മൾ ആസാദിയുടെ അമൃത മഹോത്സവം എന്ന് വിളിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മുന്നിലേക്കാണോ അതോ പിറകിലേക്കാണോ നാം ചെയ്യുന്നത്? മുന്നിലേക്ക് സഞ്ചരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ, അവസാനത്തെ പ്രസംഗത്തിൽ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യം നമുക്കുണ്ട്, എന്നാൽ സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമില്ല. അത്തരത്തിൽ ഇല്ലാത്ത ഒരു സമൂഹം എന്നത് വണ്ടിയുടെ പിറകിൽ കാളയെ കെട്ടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വണ്ടിക്കാരനെ പോലെയാണ്. മുന്നോട്ടാണ് കുതിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കാളയെ കെട്ടേണ്ടത് വണ്ടിയുടെ മുന്നിലാണ്. വണ്ടിയുടെ പിറകിൽ കെട്ടിയ കാള നിങ്ങളെ പിറകിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. പിറകിലേക്ക് നമ്മുടെ രാജ്യം സഞ്ചരിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടി വരിക. ഞാൻ ആദ്യം പറഞ്ഞ ഇന്നത്തെ വാർത്ത എടുത്തു നോക്കൂ. 13,500 വിദ്യാർത്ഥികൾ, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടവർ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയവർ എന്തുകൊണ്ട് പാതി വെച്ചവരുടെ വിദ്യാഭ്യാസം നിർത്തി ഇറങ്ങിപ്പോയി? 2014 മുതൽ 2023 വരെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രം 40 മുകളിൽ വരും. വ്യക്തിപരമായ നൈരാശ്യങ്ങളാണോ കാരണം? വ്യക്തിപരമായ പ്രയാസങ്ങളല്ലല്ലോ അവരെ കൊണ്ട് അത്തരം കടുങ്കൈ ചെയ്യിച്ചത്. അവരുമൊക്കെ നമ്മളെ പോലെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ച് മെച്ചപ്പെട്ട എത്രയോ സ്വപ്നങ്ങൾ കണ്ട് ലോകത്തിനു മുൻപിൽ അവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞ് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവരാണ്. പിന്നെ എന്തേ അവർ ആദ്യ വഴിയിൽ അത്തരം ശ്രമങ്ങൾ ഉപേക്ഷിച്ചു പോയി? ആ ഉപേക്ഷിച്ചു പോകലിന് പിന്നിലും ശാസ്ത്രാവബോധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനെ, മറ്റൊരു മനുഷ്യനെ നിങ്ങൾക്ക് തുല്യനായ ഒരു മനുഷ്യനായി, അയാളുടെ മറ്റെല്ലാ വ്യത്യാസങ്ങളും മറികടന്ന് എന്നെപ്പോലെ ഒരാളായി പരിഗണിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഒരു മതേതര സമൂഹത്തിലാണ്. അങ്ങനെ ഒരു മതേതര സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ശാസ്ത്രാവബോധത്തിന് വലിയ പങ്കുണ്ട്. എന്റെ കാര്യം എടുക്കുക. രാവിലെ 4:40 എണീറ്റു. ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള മൊബൈൽ ഫോണിൽ കേട്ട അലാറം വെച്ചിട്ടാണ് എണീറ്റത്. കുളിമുറിയിൽ പോയി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം കുളിമുറി ധ്യാനിച്ചുണ്ടാക്കിയ കാര്യമല്ല. ടൈല് ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണ്, ടാപ്പ് ശാസ്ത്രമാണ്, അതിലൂടെ വരുന്ന വെള്ളവും ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണ്. പുറത്തിറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇഡലിക്കുള്ള മാവ് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചുണ്ടാക്കിയതല്ല, മിക്സർ ഗ്രൈൻഡറിലോ ആണ്. ചമ്മന്തിയും ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമായ മിക്സിയിൽ തന്നെയാണ്. അത് കഴിക്കുന്നു. താളിയോലയിൽ എഴുതിയ പത്രമല്ല വായിച്ചിട്ടുണ്ടായിരുന്നത്, പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച പത്രം വായിക്കുന്നു. പിന്നെയും സമയം കഴിയുന്നു. ഒരു വാഹനത്തിൽ കയറി
മേഘത്തിലൊന്നും കയറിയിട്ടല്ല കേട്ടോ വന്നത്, ബുൾബുൾ പക്ഷിയുടെ മേലെ കയറിയിട്ടും അല്ല വന്നത്, ഒരു വാഹനത്തിൽ കയറി ഈ കോളേജിലേക്ക് വരുന്നു. ശാസ്ത്രം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ ഉൽപ്പന്നമായ സാങ്കേതിക വിദ്യ നിർമ്മിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത്. മരപുരിയല്ലല്ലോ ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നു, മൈക്കെടുത്ത് പിടിച്ചിട്ട് ഞാൻ പറയുന്നു, വിശ്വാസമാണ് പ്രധാനം, ശാസ്ത്രമല്ല. എത്ര മനുഷ്യരെ കണ്ടുമുട്ടാൻ വേണ്ടി സാധിക്കും? ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഉയർന്ന ബിരുദങ്ങളുള്ളവർ, ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിനപ്പുറത്തെ ഗവേഷണ ബിരുദവും ഉള്ളവർ. എന്തേ അവർ പഠിച്ച ശാസ്ത്രം, അവർ പഠിച്ച വിദ്യാഭ്യാസം അവരെ സ്പർശിക്കാതെ പോയി? വിദ്യാഭ്യാസ യോഗ്യതയാണ് നിങ്ങൾക്ക്, ശാസ്ത്രം പഠിച്ചാലുണ്ടാവുന്നതാണ് ശാസ്ത്രാവബോധമെങ്കിൽ എന്റെ ബിരുദം എനിക്ക് ശാസ്ത്രാവബോധം ഉണ്ടാക്കേണ്ടതായിരുന്നു. നമ്മളെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച് ഓർത്തു നോക്കുക. അവരുടെ എല്ലാം വാചകങ്ങളിൽ ശാസ്ത്രാവബോധം ഉണ്ടാകേണ്ടതായിരുന്നു. അതെന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? അതില്ലാതെ പോയതിന് കാരണം അവർ പഠിച്ച വിദ്യാഭ്യാസവും അവരും വെള്ളത്തിലൊഴിച്ച എണ്ണ പോലെ വേറെ വേറെയായി നിൽക്കുന്നു. രണ്ടും ഒരിക്കലും ചേർന്നിട്ടില്ല. ആ വിദ്യാഭ്യാസം അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അതവർക്ക് ജോലി നേടാനുള്ള, അതവർക്ക് ആളുകൾക്ക് മുന്നിൽ അംഗീകാരത്തിനായി കാണിക്കാനുള്ള, ഞാൻ നേടിയ ബിരുദങ്ങളാണ് എന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒന്നായി നിൽക്കുന്നു. എന്നെ സ്പർശിക്കുന്ന ഒന്നായി എൻ്റെ വിദ്യാഭ്യാസം മാറിയിട്ടില്ല. അപ്പോഴും ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിന്നീട് തിരിച്ചുള്ള യാത്രയിലും എല്ലാത്തിലും ഞാൻ ആശ്രയിക്കുന്നത് ശാസ്ത്രത്തിനെ തന്നെയാണ്. ശാസ്ത്രബോധം പൊതുബോധമായി മാറുക എന്നതാണ് പ്രധാനം എന്ന് നമ്മൾ പറയാറുണ്ട്. പൊതുബോധമാണോ ശാസ്ത്രബോധം? പൊതുബോധമായി ശാസ്ത്രബോധം മാറിയിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ടതും നമ്മൾ അഭിപ്രായം പറയേണ്ടതുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന നിരവധിയായ കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിക്കുന്ന സമയത്ത് ശാസ്ത്രത്തിനെയാണോ നമ്മൾ പരിഗണിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ പരിഗണിക്കുന്നത്? ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്കറിയാം, 2023 20ാം നൂറ്റാണ്ടിന്റെ 21ാം നൂറ്റാണ്ടിന്റെ 3ാം ദശകത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. പലതരം പുതിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ പലപ്പോഴും പല കാരണങ്ങളായി നമ്മൾ പറയുന്നു. ആളുകൾ കുറെ വർഷം ജീവിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്താണോ പണ്ടായിരുന്നോ ആളുകൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നത്? സംശയമൊന്നുമില്ലല്ലേ? നമ്മുടെ മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ എത്രയോ വർഷം ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലേ? ഇന്നാവട്ടെ, ഇന്നെന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധിയായ അസുഖങ്ങൾ, കാരണം പോലും അറിയാത്ത അസുഖങ്ങൾ, പെട്ടെന്ന് എവിടെ നിന്നോ പൊട്ടി വീഴുന്നത് പോലെ വരുന്ന മഹാവ്യാധികൾ, ഇതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അങ്ങേയറ്റം മലിനമായിട്ടുള്ള നമ്മുടെ പരിതസ്ഥിതി, ഇതെല്ലാം ചേർന്ന് നമ്മുടെ ആയുസ്സിനെ കാര്യമായി ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ അച്ചാച്ചന്മാരോ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ മുത്തിമാരോ ഒക്കെ ഉണ്ടാവില്ലേ? അവർക്കൊക്കെ എത്രയാ വയസ്സ്? 17. നിങ്ങളുടെ മുത്തിയമ്മയുടെ വയസ്സ് 33 എത്രയാ? 76, 83, 90, 92, 99 നോട്ട് ഔട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പൊ അവർക്കൊന്നും പ്രായം 40, 25 അല്ല. അതിന്റെ പ്രായമൊക്കെ നിങ്ങൾ തുടങ്ങിയതല്ലേ 70ന്റെ മേലേക്ക്. 60 എന്നാലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ആളുകൾക്ക് ആയുർദൈർഘ്യം കൂടുതലുള്ളതാണ് പണ്ട് കാലത്താണെന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല. പണ്ട് കാലത്താണ് ആളുകൾക്ക് ആയുർദൈർഘ്യം ഉള്ളത് എന്ന് നിങ്ങൾ പറയാൻ എന്ത് കാരണം, എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്കറിയാവുന്ന
1950 മുൻപ് ജീവിച്ച 90 വയസ്സിന് മുകളിൽ ജീവിച്ച ഒരു രാജാവിന്റെ പേര് പറഞ്ഞു. ഒരു രാജ്യത്തെ ഏറ്റവും മികച്ച ഭക്ഷണം കഴിക്കുന്ന, ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന, ഏറ്റവും മികച്ച വൈദ്യൻ സ്വന്തം വീട്ടിൽ തന്നെ, വീടുന്നവർ വിളിക്കില്ലല്ലോ, കൊട്ടാരാണല്ലോ, അവിടെ തന്നെ താമസിക്കുന്ന ആളായിരിക്കുമല്ലോ ആ രാജ്യത്തെ രാജാവ്. എന്നിട്ട് 90 വയസ്സിന് മുമ്പിൽ ജീവിച്ച ഒരു രാജാവിന്റെ പേര് പറയുന്നു. 90 വയസ്സിന് മുകളിൽ ജീവിച്ച, 70 വയസ്സിന് മുകളിൽ ജീവിച്ച ഏതെങ്കിലും രാജ്ഞിയുടെയോ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ പേര് പറയുന്നു. നിങ്ങളുടെ ആരുടെയും രക്ഷിതാക്കളുടെ പൂർവഗാമികളായിട്ടുള്ള 10, 60, 70 വയസ്സിന് മുകളിൽ ജീവിച്ച ആളുകളുടെ പേര് പറയൂ. അങ്ങനെ ഒരു പേര് പോലും പറയാൻ നമുക്കില്ല. എന്നാലും നമുക്ക് യാതൊരു സംശയവുമില്ല, പണ്ട് കാലത്താണ് ആളുകൾ കൂടുതൽ ആയുർദൈർഘ്യം ഉണ്ടായിരുന്നത്. എന്താ നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്? അങ്ങനെ പറയിപ്പിക്കുന്ന കാര്യത്തിന്റെ പേരാണ് പൊതുബോധം. ആ പൊതുബോധമാണ് ആധുനിക ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ള, അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള വൈദ്യശാസ്ത്രമാണ്. ഇന്നീ കാണുന്ന എത്രയോ അസുഖങ്ങൾ ഉണ്ടായിട്ട് പോലും നോക്കും, മുത്തിയമ്മയ്ക്കുള്ള അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും, അച്ഛനുള്ള അസുഖം എന്തൊക്കെയായിരിക്കും? ബ്ലഡ് പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, ആസ്മ വേറെ ഉണ്ട്. അതിനിടയിൽ 2 തവണ കൊറോണ വന്നിട്ടുണ്ട്. എന്നിട്ടും 89ാമത്തെ വയസ്സിൽ രാവിലെ 5 ഇഡ്ഡലിയും കഴിച്ച് മൂപ്പര് ഉഷാറായിട്ട് നടക്കുക. അപ്പോഴും നമ്മൾ പറയുന്നത് പണ്ട് കാലത്താണ് ആളുകൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നത്. നാളെ അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാരാണ്. നമ്മളുടെ ശാസ്ത്രബോധത്തിന്റെ കഥയായി പറഞ്ഞത്. ഞാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളും ഞാൻ എൻ്റെ കോളേജിൽ ആരംഭിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ശാസ്ത്ര വിദ്യാർത്ഥികൾക്കുള്ളതാണെങ്കിൽ, ഈ ചോദ്യം ചോദിച്ചിട്ടാണ് തുടങ്ങുക. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ഇതേ ഉത്തരമാ കിട്ടിയത്. ഇതൊന്നും തിരുത്തി പറയുന്ന ഒരു സന്ദർഭം പോലും നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇത്ര കാലത്തിനിടയിൽ ഉണ്ടായില്ല എന്നല്ലേ അർത്ഥം? ആ ദിശയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പോലും നമ്മുടെ മുന്നിൽ വന്നു നിന്ന എന്നല്ലേ അർത്ഥം? പിന്നെ എങ്ങനെയാ ശാസ്ത്രാവബോധം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പിന്നെ ഈ രാജ്യത്ത് ഒന്നല്ല 1000 ഇന്ദ്രകുമാർ മെഹ്വാൾമാരുണ്ടാവും. കാരണം എന്നെ തൊട്ടാൽ ഞാൻ അശുദ്ധനായി പോകുന്ന പൊതുബോധം എന്റെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന മനുഷ്യനായിട്ടാണ് കുഞ്ഞുനാൾ മുതൽ എന്നെ വളർത്തിയെടുക്കുന്നത്. പിന്നെ ബിഎഡും എപ്പോഴും കിട്ടിയതുകൊണ്ട് അതങ്ങ് മാറിപ്പോകും? അത് മാറില്ലല്ലോ. ശാസ്ത്രബോധം വളർത്തിയെടുക്കേണ്ടതാണ്. ശാസ്ത്രബോധം വളർത്തിയെടുക്കാനുള്ള ഏക മാർഗം ശാസ്ത്രത്തിന്റെ രീതി അവലംബിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രത്തിന്റെ രീതി എന്താണ്? ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, സംശയിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ മുൻപിൽ എത്തുന്ന സമയത്ത് പണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിച്ച് നോക്കുക. പണ്ടായിരുന്നോ? പനീർ മസാല കഴിച്ച 1950 ജീവിച്ച ഒരു മനുഷ്യനെ കാണിച്ചു തന്നാൽ 1 കിൻഡൽ പനീർ ബട്ടർ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. സാധിക്കുമോ? കോളിഫ്ലവർ കഴിച്ചുകൊണ്ടിരുന്നവർ, കാബേജ് കഴിച്ചുകൊണ്ടിരുന്നവർ, ബ്രൊക്കോളി കഴിച്ചുകൊണ്ടിരുന്നവർ, പോട്ടെ, തക്കാളിയും സവോളയും കഴിച്ചുകൊണ്ടിരുന്നവർ, ചേമ്പ്, കാവത്ത്, ചക്കക്കുരു, മാങ്ങ, വാഴയ്ക്ക, മുരിങ്ങയില, ചീരയില, അങ്ങനെ തൊടി കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ, അതിലിത് തേങ്ങ അരച്ച് ചേർത്ത്, അത് തന്നെ ചാറ്, അത് തന്നെ ഉപ്പേരി, അത് തന്നെ സാമ്പാർ, അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. ആ കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്മാർ പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചത് ആധുനിക ഇന്ത്യ വന്നതിന് ശേഷമാണ്. ആ ആധുനിക ഇന്ത്യ ആവട്ടെ 4500 വർഷം പഴക്കമുള്ള ഒന്നല്ല. ആ ആധുനിക ഇന്ത്യ 947 ഓഗസ്റ്റ് 15 തുടങ്ങിയ ഒരു സങ്കല്പമാണ്. 947 ഓഗസ്റ്റ് 15 തുടങ്ങിയെങ്കിലും പൂർത്തിയായിട്ടില്ല. പൂർത്തിയായ ഒന്നിന്റെ പേരല്ല ആധുനിക ഇന്ത്യ എന്നത്. എത്രയോ നാൾ ഇനിയും നമ്മൾ അന്വേഷിക്കേണ്ട,
എത്രയോ യാത്ര ചെയ്ത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു വലിയ സ്വപ്നമായി ആ രാഷ്ട്രം മുൻപിൽ നിൽക്കുക. ആ രാഷ്ട്രത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും ആരോഗ്യമുള്ള, എല്ലാവർക്കും അവസരമുള്ള, ജനാധിപത്യമുള്ള, മതനിരപേക്ഷമായ, സ്ഥിതി സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം. ആ സമൂഹത്തിൽ ഒരാളെ സ്പർശിക്കുന്നത് കൊണ്ട് നിങ്ങളോ ഞാനോ അശുദ്ധനായി മാറില്ല. ആ സമൂഹത്തിൽ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം പരിഗണിക്കേണ്ടത് അവന്റെ ജാതിയോ മതമോ ആണെന്ന് നിങ്ങൾ കരുതില്ല, ഞാനും കരുതില്ല. അത്തരമൊരു രാജ്യം സൃഷ്ടിക്കണമെങ്കിൽ ശാസ്ത്രാവബോധം ഉണ്ടാവണം. ആ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കേണ്ടതാവട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ഊട്ടി വളർത്തിയെടുക്കുന്ന പൊതുബോധത്തിന്റെ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് മെച്ചപ്പെട്ട ശാസ്ത്രീയ വിദ്യാഭ്യാസം ലഭിച്ച ഒരു തലമുറയുടെ പ്രതികരണം. ഇനി പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ സ്ഥിതി എന്താണ്? 8ാം ക്ലാസ്സിലോ 9ിലോ ഒക്കെ ആയിട്ട് നമ്മൾ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിക്കാതെ എനിക്കിഷ്ടമല്ല ചാൾസ് ഡാർവിൻ, അതുകൊണ്ട് ഞാൻ പഠിക്കില്ല ഒഴിവാക്കിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. ഡാർവിൻ എനിക്ക് ഇഷ്ടമല്ല, മൂപ്പർ പറഞ്ഞതും ഇഷ്ടമല്ല, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് വേണമെന്നുള്ളതുകൊണ്ട് ഞാനിത് പഠിച്ച് എഴുതിയിട്ടുണ്ടാവും, മാർക്കും കിട്ടിയിട്ടുണ്ട്. അത് പ്ലസ് ആയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മുദ്രിതമായിട്ടുണ്ട്. ഇനി ആ സിദ്ധാന്തം പോലും പഠിക്കില്ല. പരിണാമ സിദ്ധാന്തം പഠിക്കണ്ടായിരുന്നല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? പരിണാമ സിദ്ധാന്തം വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണല്ലോ. IIT പഠിച്ച ആളായിരുന്നു ഇന്ത്യയിലെ സഹമന്ത്രിയായിരുന്ന സത്യപാൽ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹമാണ് ഒരു പ്രസ്താവന നടത്തിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുരങ്ങ് അങ്ങനെ മനുഷ്യനായിട്ട് മാറുന്നത് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പരിണാമ സിദ്ധാന്തം ശരിയാവുക? IIT പഠിച്ച ഭരണാധികാരിയാ പറയുന്നത്. അല്ലാതെ ഞാൻ ഏതോ കാലത്ത് എവിടെയോ പഠിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എന്റെ കൂടെ വേറെ ആരും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ രേഖയൊന്നും ഹാജരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭരണാധികാരിയല്ല. അത് വേറെ, അത് നമുക്കൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. അങ്ങനെയുണ്ടല്ലേ? നിങ്ങൾ CA സ്കൂളിൽ പഠിച്ചു, നിങ്ങൾ അവിടെ 12th ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അപ്പൊ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ബാച്ച് ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെ ചുരുങ്ങിയത് 49 ആൾക്കാരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഫാത്തിമ ഷഹല CA സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു 40 ആൾക്കാർ പറയും ആ പഠിച്ചിട്ടുണ്ട്, എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ എവിടെയാ പഠിച്ചത് ചോദിച്ചാൽ അവർ പഠിച്ചിട്ടുണ്ട്, ഇന്ന സർവകലാശാലയിലാണ്, അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ കൂടെ പഠിച്ച ആൾക്കാരില്ല. അതുപോലെ അത് വേറെ സവിശേഷമായ 8ാമത്തെ ഇന്ത്യൻ അത്ഭുതമാണ്. അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. IIT നിന്നും ബിരുദം നേടിയ മന്ത്രിയാ പറയുന്നത് എന്റെ കൺമുന്നിൽ ഈ പരിണാമം നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ IIT വരെ അദ്ദേഹം പഠിച്ചത് എന്താ? ഒരു കുരങ്ങൻ മരത്തിന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും, അത് കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ നടക്കും, അതിനിടയിൽ ആരോ പഴോട്ട് കൊടുക്കും, അതൊക്കെ കഴിഞ്ഞ് കയറി പോകുന്ന സമയത്ത് അത് മനുഷ്യനായിട്ട് മാറുന്നതാണ്. ഇതാണ് ബോധ്യം. റിലയൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു വലിയ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ന്യൂറോ സർജന്മാരുടെ യോഗത്തിലാണ് ഇന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന പ്രധാനമന്ത്രി പോയിട്ട് പ്രസംഗിച്ചത്. ന്യൂറോ സർജന്മാരുടെ യോഗമാണല്ലോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ന്യൂറോ സർജറി എന്ന് പറയുന്നത് ഗണപതിയുടെ തല മാറ്റി വെച്ചതാണ്. അത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുളിച്ച് പുറത്തിറങ്ങി റൂമിൽ വന്ന് അവിടെ കാണുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഇന്ന് ഈ ഡയലോഗ് പറഞ്ഞാലാന്ന് പറഞ്ഞ സമയത്ത് പ്രസംഗിച്ച ഒരു വരിയാണെങ്കിൽ ഞാനും ആ കണ്ണാടി മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് കേട്ടിട്ടിരുന്നത് ആയിരക്കണക്കിന് ന്യൂറോ സർജന്മാരാണ്. അക്കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും വിരലുയർത്തിയിട്ട് താങ്കൾ പറയുന്നത് പരമവിഡ്ഢിത്തമാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ആ ധൈര്യം കൊടുക്കാതിരിക്കുന്നതിന്റെ പേരുകൂടിയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം.
ആ ധൈര്യത്തിന്റെ ഒരു കണിക പോലും ഇനി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവശേഷിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രക്രിയയാണ് പരിണാമ സിദ്ധാന്തം എടുത്തു കളയൽ. 936 മേഘ്നാഥ് സാഹ മുംബൈയിൽ വെച്ച് നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പ്രസംഗിച്ചതിന്റെ രേഖകൾ വെറുതെ ഗൂഗിൾ തപ്പി നോക്കിയാണ് നിങ്ങൾക്ക് കിട്ടും. ആ പ്രസംഗം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിന് മുൻപേ നമ്മൾ ആരംഭിച്ചതാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. ആ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയിലാണ് ആന്ധ്രാപ്രദേശിലെ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഒരു പ്രബന്ധം അവതരിപ്പിച്ചത്. ഭരദ്വാജ മുനിയുടെ കാലത്ത് 10ഓളം വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കേട്ടിരുന്നത് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരല്ല, CA സ്കൂളിലെ TTയിൽ പഠിക്കുന്ന കുട്ടികളുമല്ല, കുഴമ്പുന്ന ചന്തയില് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്ന അതൊക്കെ സാധാരണക്കാരാണ് എന്ന് നമ്മൾ വിൽക്കുന്ന ആൾക്കാരാണല്ലോ. കൂട്ടത്തിൽ മെച്ചപ്പെട്ട ആൾക്കാർ നിങ്ങളാണ് ഞാനീ പറഞ്ഞിട്ട്. ഇവരാരുമല്ല, ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ശാസ്ത്രജ്ഞൻ പോലും എന്നോട് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചിട്ടില്ല, ആട്ടെ എങ്കിൽ ഭരദ്വാജ മുനിയുടെ വിമാനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? നിങ്ങൾക്കറിയാവുന്ന വിമാനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? അതിന്റെ അടിസ്ഥാന ലോഹം എന്താ? ഇരുമ്പാണ്. അതെന്താ അതിന്റെ അടിസ്ഥാന മെറ്റൽ എന്താ? അലൂമിനിയാണ്. ഇരുമ്പോണ്ട് വിമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ വിമാനം റോട്ടിലൂടെ ലോറിയായിട്ട് ഓടേണ്ടി വരും, വിമാനാവില്ല. അലൂമിനിയം, പിന്നീട് ടൈറ്റാനിയം, ഇതാണ് വിമാനത്തിൽ ഏറ്റവും അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ. ഭാരം കുറവാണ്, എളുപ്പത്തിൽ തീ പിടിക്കില്ല. അലൂമിനിയം ടൈറ്റാനിയം ഒക്കെ വന്നതെന്നാണെന്ന് നമുക്കറിയാലോ. ഈ ഭരദ്വാജ മുനി ഏത് ലോഹ കണ്ടുപിടിച്ച്? അപ്പൊ പിന്നെ മരം കൊണ്ടായിരിക്കും വിമാനം ഉണ്ടാക്കിയത്. ഈട്ടി കൊണ്ടോ തേക്ക് കൊണ്ടോ ഉണ്ടാക്കിയ വിമാനമാണോ അന്തരീക്ഷത്തിലൂടെ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് കത്താതെ പിടിച്ചു നിന്ന് മുമ്പ് പറഞ്ഞ 10 ഉണ്ടാക്കിയത്? ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ ഈ ചോദ്യമാണ്, ഈ കാര്യമാണ് ആവർത്തിക്കപ്പെടുന്നത്. എവിടെയൊക്കെ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവ പറമ്പുകളിൽ, അതിന്റെ ഭാഗമായി നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ. അതാ ആദ്യകാലത്ത് അവിടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെയല്ല. പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രത്തിൽ നിന്നും വരുന്ന വിദഗ്ധന്മാർ നടത്തുന്ന വൈദഗ്ധ്യ പ്രഭാഷണങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത് ഇതേ ആശയമാണ്. ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവണ്ടേ അവിടെ എണീറ്റ് നിന്ന് ചോദിക്കാൻ, ഏതാ ലോകം? ആദ്യത്തെ കാർ ഉണ്ടാക്കിയ കമ്പനി ഏതാണെന്നറിയാമോ? ഫോർഡാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല. ഫോർഡിന്റെ കാറ് മാത്രമേ ഉള്ളൂ. കമ്പനി കൂട്ടിയിട്ട് പോയി, ഇവിടെ നിൽക്കാൻ പറ്റിയ കൊണ്ട് പോയി. ഫോർഡ് ആദ്യം തന്നെ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഫോർഡ് കാർ, എൻഡോറോ അങ്ങനെ ഏതെങ്കിലും ആണോ ഉണ്ടാക്കിയത്? ആദ്യം തന്നെ ഇന്ന് കാണുന്ന ഗംഭീര കാറാണോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അല്ല, അതിനൊരു പ്രാഗ്രൂപമുണ്ട് അല്ലെ? റൈറ്റ് സഹോദരന്മാരുണ്ടാക്കിയിട്ടുള്ള വിമാനത്തിന്റെ ഒരു പ്രാഗ്രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അതിനൊരു ഘട്ടമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ആദ്യം 4 ചക്രം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് രാവണന്റെ വീട്ടിൽ തന്നെ 5-6 മുമ്പ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് വേറെ ആളുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നാണെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മുൻപ് അതിന്റെ ആദ്യത്തെ ഒരു രൂപം ഉണ്ടാവില്ലേ? ഏത് പുരാണത്തിലാണ്, ഏത് ശാസ്ത്രത്തിലാണ് അതിനെപ്പറ്റി പറഞ്ഞത്? പുഷ്പക വിമാനത്തിനെ പറ്റി നിങ്ങൾ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ മുമ്പ് എവിടെയെങ്കിലും പറയേണ്ടത്? നിങ്ങൾ ഇതിന്റെ പരിപാടി നടത്തുന്നുണ്ട്, ഇത് നല്ല വിജയമാവാൻ പോവുകയാണെന്നാ തോന്നുന്നത്. ഒറ്റ ചോദ്യം മതി. ആ ചോദ്യം ചോദിക്കാൻ കരുത്തുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവണം. ആ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപകർ ഉണ്ടാവണം. ഇതാണ് പുത്തൻ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത്. ആ ചോദ്യം ചോദിക്കപ്പെടുന്നില്ല. 1-2 ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ചാന്ദ്ര ദൗത്യം കഴിഞ്ഞ മാസങ്ങളിൽ അതിഗംഭീരമായിട്ട് വിജയിച്ചു, കൊണ്ടാടി, വലിയ സന്തോഷമായി.
അതിനുശേഷം ആ സാറ്റലൈറ്റ് പോയി ഇറങ്ങിയ സ്ഥലത്തിന് ഗംഭീരമായിട്ടുള്ള പേരും കിട്ടും. ശിവശക്തി എന്നാ പേരിട്ടത്. കേട്ടാ തോന്നുന്ന ഈ കുഞ്ഞു സാറ്റലൈറ്റ് അവിടെ പോയതിനു ശേഷം വല്ല കർപ്പൂരം കത്തിച്ച് ആരതി നടത്തിയിട്ടുണ്ടെന്ന. ശിവശക്തി എന്നൊക്കെ അവിടെ പോയിട്ട് പേരിടണേ. ചന്ദ്രനിലെ ഒരു സ്ഥലത്തിന് നമ്മൾ ഇവിടുന്ന് പേരിടാണ് ശിവശക്തി. ആയിക്കോട്ടെ, സമ്മതിച്ചു കൊടുക്കാം, നമുക്കെന്ത്. അതിനുശേഷം അതിന് നേതൃത്വം നൽകിയ ISROയുടെ വലിയ ശാസ്ത്രജ്ഞൻ, ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ്, വലിയ പ്രത്യേകതയുള്ള മനുഷ്യനാണ്. ഒരു സാധാരണ ശരാശരി എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ദൗത്യത്തിന്റെ ഏറ്റവും നേരെ എത്തിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയുന്നു, ഇന്ത്യയിലെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന മിക്കവാറും എല്ലാ ശാസ്ത്ര തത്വങ്ങളും ഇന്ത്യയിലെ പൗരാണിക ഗ്രന്ഥങ്ങളിലുണ്ട്. പ്രസ്താവനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ മനുഷ്യൻ്റെതല്ല, നാളെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ അടിച്ചു വരുന്ന പ്രസ്താവനയാണ്. ഒറ്റ ചോദ്യമുള്ളൂ, ഇത്രയും തത്വങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, എന്നിട്ട് നിങ്ങൾ അതിൽ ഏതാ ഉപയോഗപ്പെടുത്തി? നിങ്ങളുടെ ചാന്ദ്ര ദൗത്യത്തിന് ഇന്ത്യൻ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുള്ള ഏത് തത്വമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത്? അതോ ഭൗതിക ശാസ്ത്രമടക്കമുള്ള ബഹിരാകാശ ശാസ്ത്രമടക്കം വികസിപ്പിച്ചിട്ടുള്ള ക്രയോജനിക സാങ്കേതിക വിദ്യയോ? ഒറ്റ ചോദ്യം മതി. ഈ ചോദ്യം ചോദിക്കപ്പെടുന്നില്ല. ഈ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഈ ചോദ്യമാണ് പ്രധാനം, അതിന്റെ ഉത്തരത്തെക്കാൾ പ്രധാനം ഈ ചോദ്യമാണ് എന്ന് ക്ലാസ് മുറികളെ ഓർമ്മിപ്പിക്കുന്ന ഇടങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറിത്തീരണം. രണ്ടാമത്തെ വാർത്ത, യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ കാരണം അറിയോ? പ്രണയമായിരുന്നു. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ സമ്മതിച്ചു, കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. പയ്യന്റെ വീട്ടുകാർ ചോദിച്ചത് നിസ്സാര കാര്യങ്ങൾ, 150 പവൻ സ്വർണം, 15 ഏക്കർ സ്ഥലം, ഒരു BMW കാർ. നിങ്ങളുടെ സ്റ്റാഫ് മുറിയുടെ മേശപ്പുറത്ത് കിടക്കുന്ന പത്രത്തിൽ നിന്ന് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അത്രയും ഡീറ്റെയിൽസ് കിട്ടിയത്. ഞാൻ രാവിലെ ഒരു ഓൺലൈൻ ലെക്ഷനിൽ വന്ന സമയത്ത് TV വിശദാംശം ചോദിക്കാൻ, ശനിയാഴ്ച കുഴൽമന്ത് ആ ഹൈവേയുടെ സൈഡിൽ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ചന്തയാണ്. മാടിനെ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലം. അതിന് നമ്മൾ പറയുക കച്ചവടം എന്നാണ്, അല്ലാതെ അതിനാരും പ്രണയം എന്ന് വിളിക്കാറില്ല. 150 പവൻ സ്വർണവും 15 ഏക്കർ സ്ഥലവും ഒരു BMW കാറും തന്നാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ എന്റെ പങ്കാളിയായി കൊണ്ടുപോകാം എന്നൊരു മനുഷ്യൻ പറയുന്നതിന്റെ പേരാണോ പ്രണയം? പക്ഷെ അതാണ് പ്രണയം എന്ന് പത്രത്തിൽ എഴുതി വെച്ചിരിക്കുക. അതിനും പ്രണയം നല്ലപ്പോ പറയേണ്ടത്, അത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബിരുദതലത്തിൽ മെഡിക്കൽ ബിരുദമുള്ള ആ പെൺകുട്ടിക്ക് ഇത് പ്രണയമല്ല, ഇത് കച്ചവടമാണ്. ഇവൻ MDക്ക് പഠിക്കേണ്ടവനല്ല, ഇവൻ വാണിയംകുളത്തോ കൊഴൽമന്തോ കാരിച്ചന്തോ കച്ചവടം നടത്തേണ്ടവനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആ കുട്ടി തകർന്നുപോയി, അവരുടെ മനസ്സ് തകർന്നുപോയി. അത് തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നില്ല. അത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണവും നമ്മുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളാണ്. ദാമ്പത്യം എന്ന് പറയുന്നത് വില കൊടുത്ത് ആടുമാടുകളെ വാങ്ങുന്നത് പോലെ, സാധനങ്ങൾ വാങ്ങിക്കുന്നത് പോലെ, ചന്തയിൽ നിന്ന് വണിക്കുകളെ പോലെ വിലപേശി വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു വസ്തു സ്വന്തമാക്കുന്നതാണ് എന്ന് കരുതുന്നതായി നമ്മുടെ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് RT ഓഫീസിൽ ജോലി ചെയ്യുന്ന സുന്ദരനും സുമുഖനും
എവിടെയാ നല്ല പാമ്പിന്റെ വേഷം കിട്ടുക എന്ന് ആലോചിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സുന്ദരിമാർ ഏത് ജ്യൂസിൽ ഏത് വിഷം കലർത്തിയാൽ എളുപ്പത്തിൽ കൊല്ലാം എന്ന് ആലോചിക്കുന്നത്. അതിൻ്റെ പേര് പ്രണയമല്ല, അത് അങ്ങേയറ്റത്തെ മനുഷ്യവിരുദ്ധതയാണ്. ആ മനുഷ്യവിരുദ്ധത നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. പ്രണയത്തിന്റെ പേരിൽ പിന്നെയും മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, അതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ മാത്രം ഈ അടുത്ത് 15. അതെങ്ങനെയാണ് പ്രണയാവുന്നത്? അത് പ്രണയമല്ല, അത് കച്ചവടമാണ്. പ്രണയം എന്താണ് എന്ന് പഠിക്കേണ്ട സ്ഥലം എവിടെ തന്നെയാണ്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവണം. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. മനുഷ്യന്റെ മനസ്സിനോടാണ് ഞാൻ ഇത് സംവദിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അല്ലാതെ ഞാൻ അപ്പുറത്ത് കാണുന്ന ഒരു മനുഷ്യന്റെ രക്ഷിതാവിന്റെ ബാങ്ക് ബാലൻസിനെ ഇഷ്ടപ്പെടുന്നതിന് പ്രണയം എന്ന് പേര് കൊടുക്കുക, അത് പത്രം അതേ പേരുപയോഗിച്ച് വാർത്ത നൽകുക. മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവണം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും. നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള ഭേദപ്പെട്ട ഒരു രാജ്യം, പുതിയ ഒരു ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്ന, ജീവിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. അത്തരം കുട്ടികളെ വളർത്തിയെടുക്കാൻ, അവർക്ക് ആവശ്യമായ പ്രേരണ നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.